വിനോദിന്റെ മൃതദേഹം കണ്ടെത്തിയ ആ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നാണ് സൂരജ് ചേരുന്നത്. സൂരജ്, അപ്രതീക്ഷിതമെന്നോ അല്ലെങ്കിൽ അതിദാരുണം എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയാത്ത സാഹചര്യമാണ്. റെയിൽവേ ജീവനക്കാരുടെ ആകെ സുരക്ഷയെ ആശങ്കയുടെ ചോദ്യമുനയിൽ നിർത്തുന്നു. ഒപ്പം യാത്രക്കാരുടെ സുരക്ഷയെ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്? ഇപ്പോൾ അവിടെ തൃശ്ശൂരിലെ തുടർ നടപടികൾ, മറ്റ് പോലീസിന്റെയും RPF ഭാഗത്തു നിന്നുള്ള നടപടികൾ എവിടെ വരെ എത്തി? ഗൂഗിൾ, ഈ ട്രെയിൻ യാത്ര സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എലത്തൂർ സംഭവം എല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് ഞെട്ടലോടെയാണ് കേരളം ആ വാർത്ത കേട്ടത്. പക്ഷേ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഒരു TT തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും ടിക്കറ്റിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള രജനികാന്ത് തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് ഈ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് ഈ TT എത്തി ടിക്കറ്റ് പരിശോധനയിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ വിടുന്ന സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ മറ്റു ടിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലേക്ക്, റിസർവേഷൻ കോച്ചിലേക്ക് കയറുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിടുന്ന സമയത്ത് തന്നെ, അതായത് ട്രെയിൻ എടുക്കുന്നതിന് മുൻപാണ് ഇവരെ ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ ആ ട്രെയിനിൽ നിന്ന്, കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി കയറാൻ ആവശ്യപ്പെടും. പക്ഷേ യാത്ര തുടരുകയാണെങ്കിൽ അതിനിടയിൽ ഒന്നുകിൽ പിഴയടപ്പിച്ച് അവർക്ക് യാത്ര തുടരാനുള്ള അവസരം നൽകും, അല്ലെങ്കിൽ മറ്റ് സ്റ്റേഷൻ എത്തുമ്പോൾ മാറിക്കയറുന്നതാണ് പതിവ്. ഇതിനിടയിലാണ് തൃശ്ശൂർ ട്രെയിൻ പിന്നിട്ടതിന് ശേഷം വിനോദ് ഇത്തരത്തിൽ ഇയാളുടെ അടുത്തേക്ക്, അതായത് പ്രതിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് ഈ ടിക്കറ്റ് ചോദിക്കുന്നത്. ആ സമയത്താണ് ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കം, അതായത് ഈ ടിക്കറ്റ് എടുത്തിരുന്നോ എന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ ടിക്കറ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് ഇരുവരും ഉണ്ടായിരുന്നത് ഈ ഡോറിന്റെ, ഈ ട്രെയിനിന്റെ വാതിലിന്റെ അരികിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ വലിയ ശബ്ദം ഉണ്ടാകുന്നു. ആ സമയത്ത് നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ സഹപ്രവർത്തകരായ TT-മാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ്. കൂടെ ഉണ്ടായിരുന്ന വനിതാ സഹപ്രവർത്തകയാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. ആ സമയത്താണ് ഈ വൈരാഗ്യത്തിൽ ഇദ്ദേഹം, ഈ പ്രതി ഈ വിനോദിനെ പുറകിലേക്ക് തള്ളിയിടുന്നത്. ആ സമയത്ത് ഈ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അത് വിനോദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ പോലീസുമായി സംസാരിക്കുമ്പോൾ എല്ലാം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് മീറ്ററോളം നീളത്തിൽ ഇദ്ദേഹത്തിന്റെ ബാഗും ഡയറിയും മൊബൈൽ ഫോണും എല്ലാം ചിന്നി കിടക്കുന്നുണ്ട്. അതായത് ഈ ഡോറിന്റെ വാതിലിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമം വിഫലമായി പോയി. അതാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങളെല്ലാം ചിന്നി കിടക്കുന്ന നിലയിലേക്ക് പോയത്. പിന്നീട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ ഇദ്ദേഹം വഴുതി ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് മറ്റൊരു ട്രാക്കിലൂടെ എതിർവശത്തു നിന്നൊരു ട്രെയിൻ വരുന്നു. ആ ട്രെയിനും ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഈ ട്രാക്കിന്റെ വിവിധ ഭാഗങ്ങൾ ചിന്നി ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു 100 മീറ്റർ ദൂരത്തിൽ ഈ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബാഗും പേഴ്സും മൊബൈൽ ഫോണും അടക്കമുള്ളവ ചിന്നി ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് എത്തി ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക്, അതായത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം. വിനോദിന്റെ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയാക്കി മാറ്റുന്നതാണ്. പുതിയൊരു വീട് പണിത് അവിടെ കൊതിതീരും വരെ ഒന്ന് താമസിക്കാൻ മുമ്പാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം, കൊലപാതകം, അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ കുടുംബത്തിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് കേവലം ഒരു TT മാത്രമായിരുന്നില്ല ഈ വിനോദ്, ഒരു നല്ല നടൻ കൂടിയായിരുന്നു. നിരവധി സിനിമകളിൽ, മലയാളത്തിൽ ശ്രദ്ധേയമായ പുലിമുരുകൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ കൂടിയായിരുന്നു വിനോദ് എന്ന വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നല്ലോ സൂരജ്. ഗൂഗിൾ, എല്ലാവർക്കും പറയാനുള്ള, അതായത് ഈ സഹപ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഈ വിനോദിനെ സംബന്ധിച്ച് ഒരു സൗമ്യ സ്വഭാവമുള്ള ആളായിരുന്നു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരോട് പോലും അദ്ദേഹം കയർത്ത് സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു കയർത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. 3 ആഴ്ചകൾക്ക് മുമ്പാണ് മഞ്ഞുമലിൽ പുതിയ വീട് പണിത് താമസം മാറുന്നത്. ആ വീട്ടിൽ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ താമസിച്ച് കൊതി തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ 3 ആഴ്ച മുമ്പാണ് ഈ മഞ്ഞുമലിലെ വീട്ടിലേക്ക് താമസം മാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കമുള്ളവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മാള സ്വദേശിയായിരുന്നു. അടുത്ത കാലത്താണ് ഈ മഞ്ഞുമലിലേക്ക് പോയത്. ഇദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ചെറിയ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആള് നല്ല സോഷ്യൽ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും നല്ല സഹായിയാണ്, ഉപകാരിയാണ്. അതായത് ഈ ഗൂഗിൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തോടൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ആൾ എന്നുള്ളതാണ്. ഈ ട്രെയിനിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു? അതായത് ആള് എറണാകുളം തൊട്ട് ഈറോഡ് വരെയാണ് വർക്ക് ചെയ്യാറ്. അല്ലെങ്കിൽ എറണാകുളം തൊട്ട് പാലക്കാട് വരെ വർക്ക് ചെയ്യും. സ്ക്വാഡിലാണ് സമയത്ത്. അങ്ങനെ വർക്ക് ചെയ്ത് വരുന്ന സമയത്താണ് ഈ ഇഷ്യൂസ് ഉണ്ടായത്.
ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഗൂഗിൾ ട്രെയിൻ ഒരു എതിർദിശ. അപ്പോൾ എന്നിട്ട് ചേട്ടൻ തൃശ്ശൂർ ഇറങ്ങി. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, അവർ എറണാകുളത്ത് ജോലിക്ക് കയറുന്നു. ഞാൻ തൃശ്ശൂർ ഇറങ്ങി പോകുന്നു, ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിലെ ആള് ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് എന്നെ കണ്ട് സംസാരിച്ച് സുഖമാണെന്നൊക്കെ ചോദിച്ചു പോകുന്നതാണ്. വലിയ തിരക്കുണ്ടായിരുന്ന സമയത്ത് തൃശ്ശൂർ റെയിൽവേ തിരക്ക് എന്ന് പറയുന്നത് ഈ അൺറിസർവ്ഡ് പാസഞ്ചേഴ്സ്, റിസർവേഷൻ ചെയ്യാതെ ടിക്കറ്റ്ലെസ് ആയ ആൾക്കാരുടെയും തള്ളിക്കയറ്റം ഉണ്ടാവും. അവർ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കേരളം അതുവരെ നമുക്ക് വർക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ചിങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഈ വാർത്ത അറിയുന്നത് ഞാൻ അറൗണ്ട് ഒരു ഹാഫ് ആൻ അവർ ബാക്കാണ് ഞാൻ വാർത്ത അറിയുന്നത്. വാർത്ത അറിഞ്ഞു പറഞ്ഞാൽ ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടായി വേഗം തന്നെ സ്പോട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിട്ടു. അപ്പോൾ ഞാൻ അറിയുന്നത് ഞെട്ടലായിരുന്നു അല്ലേ? അരമണിക്കൂർ മുമ്പ് വർത്താനം പറഞ്ഞു വന്ന സഹപ്രവർത്തകന്റെ അവസ്ഥ. ഇത്തരത്തിൽ തന്നെയാണ് ഗൂഗിൾ ഈ അരമണിക്കൂർ മുമ്പ് വർത്താനം അത് ഒന്നിച്ച് സംസാരിച്ച് ചിരിച്ചു കളിച്ച് യാത്രയാക്കിയ സഹപ്രവർത്തകനാണ്. ആ സഹപ്രവർത്തകന്റെ ചേതനത്തെ ശരീരമാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് ഇവർ പറയുന്നത്. പലപ്പോഴും സൗമ്യതയോടുകൂടി മാത്രം പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദ്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു കയർത്ത് സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാകേണ്ടതോ ആയ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നിവർ പറയുന്നതിന്റെ കാര്യം അതാണ്. പക്ഷേ ഈ ടിക്കറ്റ് എടുത്തിരുന്നില്ല ഈ പ്രതിയായിട്ടുള്ള രജനീകാന്ത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാത്ത ചോദ്യം ചെയ്യുന്നു, ആ തർക്കമുണ്ടാകുന്നു. ഈ സമയത്ത് ഇരുവരും വാതിലിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നിലേക്കാണ് ഈ വിനോദിനെ തള്ളിയിടുന്നത്. ആ സമയത്ത് ഈ വാതിലിന്റെ കമ്പിയിൽ പിടിച്ച് തൂങ്ങി കയറാനുള്ള ഒരു ശ്രമം നടത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ബാഗും അതുപോലുള്ള സാധനങ്ങളെല്ലാം റെയിൽവേ ട്രാക്കിൽ ചിതറി കിടക്കുന്നുണ്ട് 100 മീറ്റർ ദൂരത്തിൽ. പക്ഷേ കൈ പിടുത്തം കിട്ടുന്നില്ല, വഴുതി ട്രാക്കിലേക്ക് വീഴുന്നു. അത് വീഴുന്നത് തൊട്ടപ്പുറത്തെ ട്രാക്കിലേക്കാണ്. ഈ സമയത്ത് മറ്റൊരു ട്രെയിൻ വരുന്നു, അതും ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഈ മൃതദേഹം ചിതറുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോയത്. കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇവിടെ എത്തുന്ന സഹപ്രവർത്തകരെല്ലാവരും തന്നെ വലിയ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ വൈകാരികമായി പൊട്ടിക്കരയുന്ന ഒരു നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. പക്ഷേ ഈ പ്രതി പറയുന്നത് പോലെ തന്നെ ഈ ടിക്കറ്റിന് പിഴയുടക്കിയിരുന്നു എന്നത് സംബന്ധിച്ചെല്ലാമുള്ള കാര്യങ്ങളിലേക്ക് പോലീസും അത് സ്ഥിരീകരിച്ചു വരുന്നുള്ളൂ. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രതിയെ അല്പസമയത്തിനകം തന്നെ, അതായത് ഏകദേശം 1 മണിക്കൂറിനകത്ത് തന്നെ തൃശ്ശൂരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മണിക്കൂറിനും 1.5 മണിക്കൂറിനിടയിലും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക ഗൂഗിൾ.